പടയെ പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തം കുലുക്കി പട എന്ന് പറഞ്ഞതായി എന്റെ ഇന്നത്തെ അവസ്ഥ. സാധാരണ ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ ഭയങ്കര മുള്ളാണ്. മുള്ളില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ടിൽ നിറച്ച് മുള്ളുള്ള കായ. ഇത് പറിക്കാൻ പോലും പറ്റില്ല ഗുയിസ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മുള്ളുകൾ പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് മുള്ളില്ലാത്ത വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാന്ന് പറഞ്ഞ് കൊണ്ട് നട്ടതാണ് ഈ തിക്കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി. പഴം ഉണ്ടായി. പഴം കണ്ടോ, പഴത്തിൽ മുഴുവൻ മുള്ള്. മുള്ളൊക്കെ ക്ലീൻ ചെയ്തു. ഇതിന് നമുക്കൊന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല മധുരം, സൂപ്പർ വെറൈറ്റി, നല്ല സൂപ്പർ ഡ്രാഗൺ ഫ്രൂട്ട്, ഒരു രക്ഷയില്ല. അസാധ്യ മധുരം, സൂപ്പർ ഫ്ലേവർ, ഭയങ്കര അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട്. നിങ്ങൾക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ തിക്കിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പഴത്തിൽ നിറച്ച് മുള്ളുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. 2 എന്ന് പറയുന്നത് ഇതൊരു സെൽഫ് ഇൻകോമ്പാക്റ്റബിൾ വെറൈറ്റിയാണ്. അതായത് 2 ഇനം എങ്കിലും നിങ്ങളുടെ അടുത്ത് നട്ട് വളർത്തണം. രണ്ടാമത്തെ ഇനത്തിൻ്റെ പൂമ്പൊടി എടുത്ത് ഇതിൽ നമ്മൾ പരാഗണം ചെയ്താൽ മാത്രമേ ഇതിൽ കായ പിടിക്കുകയുള്ളൂ.